ഒരു വ്യക്തിയുടെ നാളെ സ്വർഗീയ ആരാമത്തിലെ പദവി ഉയർത്തപ്പെടുന്നതാണ്. ആ വ്യക്തി പോലും അല്ലാഹുവിനോട് ചോദിക്കും, പടച്ച റബ്ബേ, ഇത്ര വലിയ സൗഭാഗ്യം എനിക്കെങ്ങനെയാണ് ലഭിച്ചത് എന്ന് ചോദിക്കും. ആ സമയത്ത് ആ വ്യക്തിയോട് അല്ലാഹ് പറയുന്ന മറുപടി എന്തെന്നറിയോ? നിന്റെ സന്താനം നിനക്ക് വേണ്ടി പാപമോചനം തേടിയത് കൊണ്ടാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇനി ഉച്ചഭാഷയുടെ ശബ്ദം ശ്രവിക്കുന്ന ആ ഒരു ദൂരത്ത് നീ സംസാരത്തെ കേൾക്കുന്നവരെ, നമ്മുടെ വീടിന്റെ അകങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നാം എല്ലാം ചെയ്തു കൊടുത്ത നമ്മുടെ സന്താനങ്ങൾ നാളെ നമുക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, നാളെ നമുക്ക് വേണ്ടി പാപമോചനം തേടാൻ, നമ്മുടെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഉതകുന്ന മക്കളായിട്ട് മാറിയിട്ടുണ്ടോ എന്നൊരു ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗത്ത് നിന്ന് കടന്നു വരണം. ഇസ്തിഗ്ഫാർ ചൊല്ലാൻ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ വേണ്ടേ? നാളെയുടെ പാരിത്രിക ലോകത്തെ കുറിച്ചുള്ള ബോധ്യം വേണ്ടേ? പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള മക്കളെ കെട്ടിപ്പടുക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന ഉത്തമമായ ബോധ്യങ്ങൾ നമുക്കുണ്ടായേ മതിയാകൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. നിങ്ങൾ എന്ത് ചെയ്യണം? ഹിക്മത്തോട് കൂടിയിട്ട് നന്മയിലേക്ക് ക്ഷണിക്കണം എന്നാണ്. ഇത് പ്രിയപ്പെട്ടവരെ, നാട്ടിലെ ഉച്ചഭാഷണയുടെ മുമ്പിൽ മാത്രം പോയി ആ ഒരു ദഅവത്തിനല്ല ഈ ആയത്ത് ആപ്റ്റാവുന്നത്. നമ്മുടെ കുടുംബത്തിലടക്കം സദുപദേശത്തോടുകൂടി ഹിക്മത്തോടുകൂടിയിട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണേ എന്ന് പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തുമ്പോ തന്റെ സന്താനങ്ങളെ പ്രിയപ്പെട്ടവരെ ഈ ഒരു കണ്ടീഷൻ പ്രാവർത്തികമാക്കിയിട്ട് നന്മയിലേക്ക് ക്ഷണിക്കാൻ നാം എത്ര സമയം കണ്ടിട്ടുണ്ട്. മറ്റുള്ളവരോട് ഏറെ പ്രബോധനത്തിന്റെ ദൗത്യം നിർവഹിക്കുന്ന നാം നമ്മുടെ കുടുംബത്തിലേക്ക് പോകുമ്പോൾ അവര് പഠിക്കട്ടെ, അവരിതിലേക്കൊന്നും ഇപ്പോഴൊന്നും ഇറങ്ങേണ്ട, അവര് സിയാറിലേക്ക് വരണ്ട, അവര് ഖുർആൻ ക്ലാസ്സിലേക്ക് വരണ്ട, അവരിതാ ജമാഅത്തിലേക്ക് പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞ രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏറെ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. ഏറെ ഗൗരവത്തോടു കൂടിയിട്ട് തന്നെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേതോ ഫിറൗനിനോട് പോലും പ്രബോധനം ചെയ്യുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പാലിക്കാൻ പറഞ്ഞൊരു മര്യാദയാണ്. എന്താണ്? ഫഖൂലാലഹു ഖൗലൻ ലയ്യിന, മാന്യമായ വാക്ക് പറയണം പ്രിയപ്പെട്ടവരെ. അത് ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, മാതാപിതാക്കൾ മക്കളോടും നന്മ ചെയ്യാൻ വേണ്ടി മാന്യമായി ഉപദേശിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെ സാധിക്കുമ്പോൾ ലഭിക്കുന്ന പ്രിയപ്പെട്ടവരെ ഗുണം എത്രയാണ് നോക്കിയേ നിങ്ങൾ. ഫഖൂലാലഹു ഖൗലൻ ലയ്യിന, എത്ര മനോഹരമാവും ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. നന്മയോട് കൂടിയിട്ട് മക്കളോട് പറയണമെന്നുള്ളതാ. അങ്ങനെ പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ലൊരു കുടുംബത്തിന്റെ ഉത്തമമായ രൂപം പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. നമുക്കൊക്കെ മാതൃകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, റഹിമല്ലാഹു ഇംറഅൻ, അള്ളാഹുവിന്റെ റഹ്മത്ത് ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുക 1400 വർഷങ്ങൾക്ക് മുമ്പ്. റഹിമല്ലാഹു റജുലൻ, ആ ഒരു വ്യക്തിക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കട്ടെ. എങ്ങനെയുള്ള വ്യക്തിയാണെന്നറിയോ? ഖാമ മിനൽ ലൈലി, ആ വ്യക്തി ഇതാ രാത്രി നമസ്കാരത്തിന് വേണ്ടി എണീക്കുകയാണ്. നമസ്കരിച്ച് തന്റെ ഇണയെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തന്റെ ഇണയെ വിളിക്ക് എങ്ങാനും വിസമ്മതം കാണിച്ചാൽ, എങ്ങാനും മടി കാണിച്ചാൽ പ്രിയപ്പെട്ടവരെ മുഖത്ത് കുറച്ച് വെള്ളം കുടയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉപമ പഠിപ്പിക്കുകയാണ്. ഇനിയോ റബ്ബിന്റെ ബർക്കത്ത് കിട്ടിയ ഒരു പെണ്ണിന്റെ ഉപമയും പറഞ്ഞു. റഹിമല്ലാഹു ഇംറഅതൻ ഖാമത് മിനൽ ലൈലി ഫസല്ലത് വഅയ്ഖലത് സൗജഹാ, താൻ നിസ്കരിക്കാൻ വേണ്ടി എണീച്ച് തന്റെ ഭർത്താവിനെ വിളിക്കുന്ന ആ ഒരു പെണ്ണിനും റഹ്മാനായ റബ്ബിന്റെ റഹ്മത്തുണ്ട്, കാരുണ്യം ലഭിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അത്തരത്തിലുള്ള ഉപദേശങ്ങളും അത്തരത്തിലുള്ള കർമ്മങ്ങളും നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. നൂഹ് നബി അലൈഹിസ്സലാം എത്ര കാലം തന്റെ മകനെ, തന്റെ ഭാര്യയെ പ്രിയപ്പെട്ടവരെ നന്മയിലേക്ക് ക്ഷണിച്ചു. അവസാനം ആ ഒരു കപ്പലിങ്ങനെ മുങ്ങി
പൊന്തുന്ന സമയത്ത് പോലും വലാ തകുൻ മഅൽ കാഫിരീൻ, കാഫിരീങ്ങളോടൊപ്പം ആകല്ല മോനെ. അവസാന സമയത്ത് പോലും മക്കളെ പ്രിയപ്പെട്ടവരെയും ഉപദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കുടുംബത്തെ നന്മയിലാകാൻ വേണ്ടി, ഒരുമിച്ച് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേ മതിയാകൂ. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു കുടുംബാന്തരീക്ഷം പ്രിയപ്പെട്ടവരെ കെട്ടിപ്പടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിയേ, വകം മിമ്മൻ അഷ്ഖാ വലദഹു വഫിൽ തകബദിഹി ഫി ദുനിയ വൽ ആഖിറ ബിഇഹ്മാലിഹി വതർകി തഅദീബിഹി വഇആനതിഹി ലഹു അലാ ശഹവാതിഹി. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പരിചയപ്പെടുത്തി നൽകിയ ഒരു വാചകമാണ്. എത്രയെത്ര മാതാപിതാക്കളാണ് അവരുടെ പ്രിയപ്പെട്ട മക്കളെ അവരുടെ കാര്യത്തിൽ അലസത കാണിച്ചത് കാരണത്താൽ, അവരെ നന്മകൾ കൊടുക്കാത്തത് കാരണത്താൽ, അവരുടെ എല്ലാവിധ കോപ്രായത്തരങ്ങൾക്കും എല്ലാവിധ ശഹവാത്തുകൾക്കും എല്ലാവിധ തിന്മകൾക്കും കുട്ടിയല്ലേ ഇപ്പോഴൊക്കെയല്ലേ എളുപ്പത്തുക എന്നൊക്കെ പറഞ്ഞ് എത്രയെത്ര മക്കളെയാണ് മാതാപിതാക്കൾ കേടുവരുത്തിയത് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുമ്പോൾ, പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾ പോലും ചിന്തിക്കാതെ പലപ്പോഴും നമ്മളൊക്കെ പറയലുണ്ട് അല്ലേ, ഓൻ കുട്ടിയല്ലേ കുറച്ചേരം കൂടി ഉറങ്ങിക്കോട്ടെ, ഓൻ കുട്ടിയല്ലേ ഇപ്പൊ ഒന്ന് കടന്നുറങ്ങിക്കോട്ടെ, ഓൻ കുട്ടിയല്ലേ ഇപ്പൊ കുറച്ചു നേരം ഒന്ന് കണ്ടോട്ടെ, ഓള് കുട്ടിയല്ലേ ഇപ്പോൾ ഓള് മക്കനൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഒന്നും പ്രശ്നമാക്കണ്ട എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പോലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കുടുംബ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ കുടുംബസമേതം സ്വർഗത്തിൽ പോകാൻ കഴിയുക എന്നൊരു ആത്മാർത്ഥമായ ചിന്ത നമ്മുടെ ഭാഗത്തു നിന്ന് കടന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ട് നന്മയുടെ മേഖലയിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നാളെ സ്വർഗീയ ആരാമത്തിൽ നമ്മൾക്ക് കുടുംബത്തോടൊപ്പം പ്രവേശിക്കാൻ കഴിയുക. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലേ, അവരുടെ പ്രാർത്ഥനയാണ് ഇബാദുർ റഹ്മാനിന്റെ, അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിയവരുടെ പ്രാർത്ഥന. പടച്ചറബേ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണേ എന്ന വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഇമാമിങ്ങളായി പടച്ചറബേ എന്റെ കുടുംബത്തെ നടത്തിക്കണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നവരാണ് റബ്ബിന്റെ ഇഷ്ടം കിട്ടിയവർ. പ്രിയപ്പെട്ടവരെ, ആ ഒരു പ്രാർത്ഥന, അതിനനുസരിച്ചൊരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ്. കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകാൻ മാനദണ്ഡങ്ങൾ വിശദീകരിക്കുമ്പോൾ ഒരു കുടുംബം കെട്ടിപ്പടുക്കുന്നത് പ്രിയപ്പെട്ടവരെ വൈവാഹിക ജീവിതത്തിലൂടെയാണ്. ഒരു വിവാഹത്തിന് ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ പോലും എങ്ങനെ തെരഞ്ഞെടുക്കണം എന്നുള്ളത് അള്ളാഹുവിന്റെ ദീന് പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അത് എത്ര മനോഹരമായിട്ടാണ്, എത്ര ഗൗരവമായിട്ടാണ് അള്ളാഹു പഠിപ്പിച്ചത്. ഇന്ന് പ്രേമമെന്നും പ്രണയമെന്നും ഒക്കെ ഏതൊക്കെയോ പേരിട്ട് വിളിക്കുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ ബന്ധങ്ങൾ ഹലാലല്ലാത്ത രൂപത്തിൽ നടത്തപ്പെടുമ്പോൾ ആ കുടുംബം എങ്ങനെ സ്വർഗത്തിൽ പോകും? ആ കുടുംബം എങ്ങനെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ പോകും? അല്ലാഹു പഠിപ്പിക്കുകയാണ്, മുഹ്സനാത്തിൻ ഗൈറ മുസാഫിഹാത്ത് വലാ മുത്തഖിദാതി അഖ്ദാൻ. മ്ലേച്ഛവൃത്തിയിൽ ഏർപ്പെടാത്തവരും രഹസ്യവൈച്ചക്കാരെ സ്വീകരിക്കാത്തവരുമായ പതിവ്രതകളെയാകണം നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്യാമ്പസ് സ്ഥലങ്ങളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ കലാലയങ്ങളുടെ അവസ്ഥ എന്താണ്? തിന്മകളൊക്കെ നോർമലൈസ് ചെയ്യുകയാണ്, വൃത്തികേടുകൾ നോർമലൈസ് ചെയ്യുകയാണ്. ഒരു ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ എന്താണ് പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്. ആകാശം പൊട്ടി വീഴുമോ അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാകുമോ എന്നൊക്കെ ചോദ്യങ്ങളാൽ ഇത്തരം കാര്യങ്ങളെയൊക്കെ നിസാരവൽക്കരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകാൻ വിവാഹ രംഗത്ത് തന്നെ, വിവാഹാന്വേഷണ സമയത്ത് തന്നെ പാലിക്കേണ്ട മര്യാദ പഠിപ്പിക്കുകയാണ്. മുഹ്സനാത്തിൻ ഗൈറ മുസാഫിഹ വലാ മുത്തഖിദാതി അഖ്ദാൻ. ല്ലേ, ആ ഒരു മര്യാദ പ്രിയപ്പെട്ടവരെ തുടക്കത്തിലേ പാലിക്കണം. ഇനി ഇത് പെണ്ണിന്റെ വിഷയത്തിൽ മാത്രമല്ല, പുരുഷന്മാരുടെ വിഷയത്തിലും നന്മയുള്ളവരാകണം, അതേ തിന്മയില്ലാത്തവരാകണം, സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് മേന്മയുള്ളവനാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടല്ലോ, ഇദാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വ ഖുൽഖഹു. അതേ, നിങ്ങളുടെ അരികിലേക്ക് ദീനുള്ള സ്വഭാവം മേന്മയുള്ള ഒരു വ്യക്തി വന്നുകൊണ്ട് വിവാഹാന്വേഷണം നടത്തുകയാണെങ്കിൽ ഫസവ്വിജു, നിങ്ങൾ വിവാഹം ചെയ്തു
കൊടുക്കുക. എന്താ പ്രിയപ്പെട്ടവരെ, ആ വിവാഹം കൊണ്ട് ലഭിക്കുന്ന ഖൈർ എന്നുള്ളത് ചെറുതാവില്ല, ലഭിക്കുന്ന നന്മ എന്നുള്ളത് ചെറുതാവില്ല. ദീനുമായി ബന്ധപ്പെട്ട ഒരു ജീവിതമുണ്ടെങ്കിൽ, ദീനുമായി ബന്ധിപ്പിച്ചൊരു ജീവിതമുണ്ടെങ്കിൽ ആ കുടുംബം എത്ര മനോഹരമാകും. നമസ്കാരത്തെക്കുറിച്ച് പരസ്പരം ഓർമ്മപ്പെടുത്തേണ്ട, ഇസ്ലാമിക വസ്ത്രധാരണത്തെക്കുറിച്ച് പരസ്പരം ഓർമ്മപ്പെടുത്തേണ്ട, നന്മയുടെ കാര്യത്തിൽ മുന്നേറുന്നതിന്റെ മഹത്വം പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാകില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഗൗരവപൂർവ്വം ഈ വിഷയത്തെയൊക്കെ പഠിപ്പിച്ചു നൽകിയത്. വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിൽ ഒരു ഉപ്പ വന്ന് പരാതി പറയുന്നുണ്ട്. ആ പരാതി എന്താ വെച്ചാൽ, എൻ്റെ മകൻ ഒരു മര്യാദയില്ല, ഒരു മര്യാദയുമില്ല, അവന് ഒന്നിനും കിട്ടുന്നില്ല. സാധാരണ നമ്മൾ പറയുന്ന വാക്കുണ്ടല്ലോ. ഉമർ റളിയല്ലാഹു തആല അൻഹു ആ മകനെ വിളിക്കുന്നുണ്ട്, ചോദിക്കണ്ടേ, എന്താ ഉപ്പ അങ്ങനെയൊക്കെ പറയണ്ടല്ലോ, എന്താ ഉപ്പ അങ്ങനെയൊക്കെ പറയണ്ടല്ലോ, എന്താണ്? ആ മകൻ ചോദിച്ചത്, എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എന്നോട് ബാധ്യതയില്ലേന്നാ. ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു ഉപ്പക്ക് ഒരു ഉമ്മക്കുള്ള തന്റെ സന്താനങ്ങളോടുള്ള ബാധ്യത എന്താ? ഒന്നാമത്തെ നല്ലൊരു ഉമ്മയെ തെരഞ്ഞെടുത്തു കൊടുക്കുക എന്നുള്ളതാണ്, നല്ലൊരു പേരിടുക എന്നുള്ളതാണ്, റബ്ബിന്റെ ദീന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒരു കുട്ടിയുടെ ഒരു സന്താനത്തിന്റെ ഒന്നാമത്തെ പാഠശാല എന്നുള്ളത് അത് ഉമ്മയാണ്. ഒന്നാമത്തെ മദ്രസ എന്നുള്ളത് ഉമ്മയാണ് എന്ന് പ്രിയപ്പെട്ടവരെ മുൻഗാമികൾ പഠിപ്പിച്ചു നൽകുന്നത് കാണാം. ഏറ്റവും കൂടുതൽ സമയം ഒരു കുട്ടി സ്പെൻഡ് ചെയ്യുന്നത് അത് ഉമ്മയോടൊപ്പമായിരിക്കും, അത് ഉമ്മയോടൊപ്പമായിരിക്കും. ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന ആ മകന്റെ ജീവിതത്തില് കൃത്യമായി നമുക്കത് കാണാൻ കഴിയുന്നതാണ്. ചോരപ്പൈതലിനെ പ്രിയപ്പെട്ടവരെ ഇറാഖിന്റെ മണ്ണിൽ നിന്ന് മക്കയിൽ കൊണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു പോയിട്ട് പിന്നീട് കടന്നു വരുന്ന സമയം കൈപ്പിടിച്ച് നടക്കാവുന്ന പ്രായത്തിലാണ്. ആ പ്രായത്തിലാണല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മകനോട് ചോദിക്കുന്നത്, പ്രിയപ്പെട്ടവരെ ആ മകനോട് ആവശ്യപ്പെടുന്നത്, അതേ ഉപ്പ നിന്നെ അറുക്കാനുള്ള സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്താണ് നിന്റെ അഭിപ്രായമെന്ന് ചോദിക്കുമ്പോ ആ ഉമ്മയുടെ തർബിയത്തിൽ വളർന്ന മകനില്ലേ, യാ അബതീ, എന്റെ പൊന്നു വാപ്പ, ഇഫ്അൽ മാ തുമർ, റഹ്മാനായ റബ്ബ് എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ നിർവഹിച്ചു കൊള്ളുക. എങ്ങനെയാ പ്രിയപ്പെട്ടവരെ ഇത്ര മനോഹരമായ ആ ഒരു മറുപടി പറയാൻ ആ മകനെ എങ്ങനെയാണ് ആ ഉമ്മ വാർത്തെടുത്തത്? സതജുദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ക്ഷമ അവലംബിക്കുന്ന ഒരു കൂട്ടത്തിൽ ഉപ്പ നിങ്ങൾക്ക് ഇന്നെ കാണാട്ടോ എന്നാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ നോക്കിയേ, നിങ്ങൾ പല കാര്യത്തിനും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പല അഭിപ്രായങ്ങളും ചോദിക്കുന്നുണ്ട്. കഅബ പണിയണമെന്നുള്ള കൽപ്പന വന്നല്ലോ, മകനെ വിളിക്കുകയാണ്, യാ ഇസ്മാഈൽ ഇന്നല്ലാഹ അമറനീ ബി അംറിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട് മോനെ. എന്താണ് ഉപ്പ കൽപ്പിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത്, ഉപ്പാനെ നീ സഹായിക്കില്ലയോ, വതുഈനുനി, എന്നെ നീ സഹായിക്കില്ലല്ലോ, സഹായിക്കുകയില്ലേ? അതേ ആ ഒരു സ്ഥലത്ത് ആ മലകൾക്കിടയിൽ ഒരു കഅബ പണിയാൻ, ഒരു മസ്ജിദ് പണിയാൻ റബ്ബിന്റെ കൽപ്പനയുണ്ട്. ഫഇന്നല്ലാഹ അമറനി അൻ അബ്നിയ ആഹുനാ ബൈതാ, അവിടെ ഇതാ ഒരു വീട് നിർമ്മിക്കാൻ റബ്ബിന്റെ കൽപ്പന കടന്നു വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ, ഉപ്പ ഞാനിതാ സഹായിക്കാം, ഉപ്പ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന രൂപത്തില് ഒരു മകൻ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ വളർന്നത്? ആ ഉമ്മ എന്ന ഹാജറ ബീവിയുടെ ആ ഒരു തർബിയത്തായിരുന്നു, ആ ഒരു കൃത്യമായിട്ടുള്ള രക്ഷാകർതൃത്വമായിരുന്നു. അതാണ് ആ കുടുംബത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല കുടുംബമെന്ന് പ്രിയപ്പെട്ടവരെ അല്ലാഹു തെരഞ്ഞെടുത്ത കുടുംബമെന്ന് ആ കുടുംബത്തെ പരിചയപ്പെടുത്തിയല്ലോ. ഇന്നല്ലാഹ ഇസ്തഫാ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹീമ വ ആല ഇംറാൻ അലൽ ആലമീൻ. അല്ലാഹു തെരഞ്ഞെടുത്ത കുടുംബം എണ്ണിയപ്പോ ആലു ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കുടുംബത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ രീതിയായിരുന്നു, ആ കുടുംബത്തിന്റെ മഹത്വമായിരുന്നു പ്രിയപ്പെട്ടവർ
പ്രിയപ്പെട്ടവരെയും ഇതിലേക്കൊക്കെ ക്ഷണിച്ചതെങ്കിലും നമ്മൾ അങ്ങനെയുള്ളൊരു കുടുംബം കെട്ടിപ്പടുത്താൽ മാത്രമാണ് സന്തോഷത്തോടു കൂടി പ്രിയപ്പെട്ടവരെയും നാളെയും സ്വർഗീയാരാമത്തിന് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചില കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെയും നമ്മുടെ ശ്രദ്ധ ഉണ്ടാകണം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഓരോരുത്തരും തന്റെ ഭർത്താവ് പ്രാർത്ഥിക്കണം, അല്ലാഹുവേ എന്റെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകാനുള്ള തൗഫീക്ക് തരണേ, ഞങ്ങളുടെ സന്താനങ്ങളിലും ഞങ്ങളുടെ ഇണയിലും കൺകുളിർമ പ്രദാനം ചെയ്യണേ എന്ന് പ്രിയപ്പെട്ടവരെ ഭർത്താക്കന്മാര് പ്രാർത്ഥിക്കണം. ഭാര്യമാരെ, ഉമ്മമാരെ, സഹോദരിമാരെ നമ്മൾ പ്രാർത്ഥിക്കണം. കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകാനുള്ള ആഗ്രഹത്തിന് വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. സന്താനങ്ങളില്ലാതെ ഒരുപാട് വർഷക്കാലം ഒരുപക്ഷെ സന്താനങ്ങളില്ലാത്തതിന്റെ പേരിൽ നമ്മളൊക്കെ വിഷമിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. ഒരുപാട് ഹോസ്പിറ്റൽ വരാന്തകൾ കയറി ഇറങ്ങിയവർ പ്രിയപ്പെട്ടവരെ ഈ കൂട്ടത്തിൽ ഉണ്ടാകും. എന്നാൽ പലപ്പോഴും മക്കളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചവർ ഒട്ടനവധിയാണല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവരെ. അങ്ങനെ മുൻഗാമികളും പ്രാർത്ഥിച്ചിട്ടുണ്ട് മക്കളെ കിട്ടാൻ. പക്ഷെ ആ പ്രാർത്ഥന കേവലം ഒരു മക്കളെ കിട്ടാൻ മാത്രമായിരുന്നില്ല. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആ സന്ദർഭമുണ്ട്. അല്ലാഹുവേ ഒരു ഉത്തമ സന്താനത്തെ നൽകണേ നാഥാ. ഒരു സന്താനത്തെ നൽകണമെന്നല്ല, ദുരിയത്തൻ ത്വയ്യിബ, നാളെ എനിക്ക് കൂട്ടാകുന്ന, നാളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ കഴിയുന്ന ഒരു സന്താനത്തെ നൽകണേ എന്ന് പ്രിയപ്പെട്ടവരെ സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന എന്താ? റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, സാലിഹായ ഒരു സന്താനത്തെ ഞങ്ങൾക്ക് നൽകണേ. വജഅൽനീ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. അങ്ങനെ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പ്രിയപ്പെട്ടവരെ കുറെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഒന്നാമതായി ഉണ്ടാക്കണം. രണ്ടാമത് നമ്മൾ മാതൃകയാവുക എന്നുള്ള, കുടുംബത്തിലെ ഓരോരുത്തരും മാതൃകയാവണം. മക്കൾക്ക് മാതാപിതാക്കൾ മാതൃകയാവണം, ഭാര്യയ്ക്ക് ഭർത്താവ് മാതൃകയാവണം. ഇപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ മാതൃകയാവും. ഓരോരുത്തർക്ക് മാതൃകയാവുക. നോക്കി, നിങ്ങൾ പണ്ഡിതന്മാർ പറയലുണ്ട് മക്കൾ അവരുടെ മാതാപിതാക്കളുടെ രഹസ്യമാണ്. മക്കൾ മാതാപിതാക്കളുടെ രഹസ്യമാണ്. അതായത് തൻ്റെ മാതാവ് എങ്ങനെയാണോ, തൻ്റെ പിതാവ് എങ്ങനെയാണോ, അതാണ് മക്കളായി അവരുടെ ജീവിതത്തിൽ, അവരുടെ രീതിയിൽ, അവരുടെ സ്വഭാവത്തിൽ, അവരുടെ പെരുമാറ്റത്തിൽ, അവരുടെ ഇബാദത്തുകളിൽ ഉണ്ടാവുക എന്ന് പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ മാതൃകയാവണം. നമ്മുടെ കുടുംബത്തിലെ അത്തരത്തിലുള്ള അവസ്ഥകളാണ് ഉണ്ടാകേണ്ടത്. തമാശക്ക് പോലും പ്രിയപ്പെട്ടവരെ മക്കളോടൊരു കളവ് പറയുന്നൊരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലിമു ഔലാദക്കും അസ്സിദ്ഖ ബിൽ ഖൗലി വൽ ഫിഅൽ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ സത്യസന്ധത പഠിപ്പിക്കണം, അവരുടെ വാക്കുകളിലും അവരുടെ പ്രവൃത്തികളിലും. ഫഇദാ ഹദ്ദസ്തുമുഹും ഫലാ തുകദ്ദിബു അലൈഹിം, നിങ്ങൾ അവരോട് സംസാരിക്കുകയാണെങ്കിൽ ഫലാ തുകദ്ദിബു അലൈഹിം, അവരോട് നിങ്ങൾ കളവ് പറയാൻ പാടില്ല. വഇദാ വഅതുമുഹും ഫലാ തുഖല്ലിഫു വഅദകും, നിങ്ങൾ അവരോട് പ്രിയപ്പെട്ടവരെ കരാറ് പാലിച്ചാൽ അത് ലംഘിക്കാനും പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന കാര്യമാണ്, നാളെ പോകാട്ടോ, നാളെ പോകാം. നമ്മൾ ആ പറയുമ്പോൾ തന്നെ എന്താ ചിന്തിക്കാം, നാളെ പോകാനൊന്നും കഴിയൂല. അല്ലെങ്കിൽ ഇമ്മാന്റെ കുട്ടി ഇങ്ങോട്ട് വന്നാൽ ഇത് തരാം, നമ്മൾ കൊടുക്കുവോ? കൊടുക്കില്ല. നമ്മൾ കൊടുക്കോ? കൊടുക്കില്ല. പ്രിയപ്പെട്ടവരെ, കളവെന്ന ആദ്യ പാഠം ഒരുപക്ഷെ നമ്മിൽ നിന്നായിരിക്കും നമ്മുടെ മക്കൾ പഠിച്ചിട്ടുണ്ടാവുക. അതിന്റെ കുറ്റക്കാരിക്കാ കിട്ടുക? നമുക്കാ കിട്ടുക. അതിന്റെ പാപഫലം ആർക്കാ പ്രിയപ്പെട്ടവരെ കിട്ടുക? നമുക്കാണ് കിട്ടുക എന്ന ചിന്ത നമ്മിൽ ഉയർന്നേ മതിയാകൂ. അതുകൊണ്ടാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത്, മഹാരഥന്മാരായ മുൻഗാമികൾ പരിചയപ്പെടുത്തിയല്ലോ. ഉത്ബത്ത് ബിൻ അബീ സുഫിയാൻ റഹിമഹുല്ലാഹ് പരിചയപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്, ലയകുൻ അവ്വല ഇസ്ലാഹിക ലിവലദിക ഇസ്ലാഹുക ലിനഫ്സിക. തന്റെ സന്താനങ്ങളെ, തന്റെ കുടുംബം നല്ല രീതിയിൽ ആകണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ, ഇസ്ലാഹുക ലിനഫ്സിക, നീ നിന്റെ സ്വശരീരത്തെ ആദ്യം പരിശുദ്ധപ്പെടുത്തണം, ആദ്യം ക്ലിയർ ചെയ്യണം, ആദ്യം മനോഹരമാക്കണം. അവരുടെ കണ്ണുകൾ നിന്നിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അവരുടെ നന്മകൾ നീ പ്രവർത്തിച്ചതാണ്, അവരുടെ തിന്മകളെ നീ ഉപേക്ഷിച്ചതാണെന്ന് പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ കുടുംബം നന്മയിലാകാൻ നാം ഓരോരുത്തരും ചിന്തിക്കണം.
ചെയ്യണം? ഇസ്ലാഹുക ലിനഫ്സിക, നമ്മുടെ സ്വന്തത്തെ ക്ലിയർ ചെയ്യണം. നമ്മുടെ സ്വന്തത്തെ ക്ലിയർ ചെയ്യണം. അത് ഒന്നാമത് പ്രിയപ്പെട്ടവരെ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയം പ്രാപിച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് ആയത്തുകൾ പറയുന്നുണ്ട്. ഈ ഗുണങ്ങളൊക്കെ ഉള്ളവരാണ് വിജയം പ്രാപിച്ചിട്ടുള്ളത്. ഒന്നാമതായി പറഞ്ഞത് എന്താ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരായ. പിന്നീടുള്ള ആയത്തുകളിൽ പ്രിയപ്പെട്ടവരെ പല ഗൗരവമായ വിഷയങ്ങളും പഠിപ്പിച്ചു. പിന്നെയും നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിന്റെ ഗൗരവത്തെ സൂചിപ്പിച്ചു. അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം, നിങ്ങൾക്ക് ഉറക്കത്തേക്കാൾ ഖൈറായത്, ഉത്തമമായത് നിസ്കാരമാണെന്ന് പ്രിയപ്പെട്ടവരെ. പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലി കേൾക്കുന്ന സമയത്ത് പുതച്ചു മൂടി കിടക്കുന്ന കുടുംബാംഗങ്ങളിൽ എങ്ങനെയാണ് ബർക്കത്തുണ്ടാവുക? എങ്ങനെയാണ് ആ കുടുംബം ഒരുമിച്ച് സ്വർഗത്തിൽ പോകാൻ പ്രാപ്തരാകുക? ആ കുടുംബത്തിൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നന്മയുടെ വാഹകർ ഉണ്ടാവുക? സുബഹി നിസ്കാരത്തിൽ പോലും വീഴ്ചയാണ്. പലപ്പോഴും 5 മണിക്ക് ആ ഒരു 4:57 ബാങ്ക് കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നേരത്തല്ലേ, കുറച്ചേരം കൂടി കുട്ടികൾ ഉറങ്ങിക്കോട്ടെ എന്നാ പറയാ. അതാണ് നീച്ച എന്റെ പണിയൊന്നും നടക്കൂല എന്നാ പറയാ. അത് നീച്ച എന്റെ പണിയൊന്നും നടക്കൂല എന്ന് പറയാ. അല്ലെ കുറച്ചേരം കൂടി ഉറങ്ങിയിട്ട് നീച്ചാ മതിയല്ലോ എന്നാ പറയാ. പിന്നെ നമുക്ക് പൂതി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ആ ആഗ്രഹത്തിനനുസരിച്ച പ്രവർത്തനം കൂടി ഉണ്ടാകുമ്പോഴാണ് നാളെ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്ന ചിന്ത നമ്മുടെ ഭാഗത്തു നിന്ന് പ്രിയപ്പെട്ടവരെ കാര്യമായിട്ട് തന്നെ കടന്നു വരേണ്ടതുണ്ട്. മക്കളെ, കുടുംബത്തെ ഒക്കെ ബോധ്യപ്പെടുത്തണം. നന്മയുണ്ടെങ്കിൽ മാത്രമാണ് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക. തിന്മകൾ ഏതെങ്കിലും രൂപത്തില് കുടുംബത്തിലെ തിന്മകളെ കണ്ടാൽ പ്രിയപ്പെട്ടവരെ, അത് തിരുത്താൻ നമ്മളല്ലാതെ മറ്റാരാണ് ഉണ്ടാവുക? നമ്മളല്ലാതെ ആ ഒരു തിന്മയെ തിരുത്താൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. പലപ്പോഴും തിന്മകളൊക്കെ ഞാൻ എൻ്റെ സംസാരത്തിന് തുടക്കത്തിൽ പറഞ്ഞല്ലോ, നോർമലൈസ് ചെയ്യുക, വളരെ നിസ്സാരമാക്കുക. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി എന്ന റസൂലുള്ളാഹിന്റെ വാക്ക് ആർക്കുള്ളതാ? നിങ്ങളൊരു തിന്മയെ കണ്ടാൽ കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയണം. അതിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ സാധ്യതയുള്ളത് സ്വന്തം കുടുംബത്തിലല്ലേ? സ്വന്തം കുടുംബത്തിലല്ലേ? ഇനിയോ ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി, അതിന് സാധിക്കുന്നില്ല എങ്കിൽ നാവിനാൽ പറയണം. അതിനും സാധിക്കുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ട ഹൃദയം കൊണ്ടൊക്കെ. ഈ ആദ്യത്തെ രണ്ടും പറയാൻ ഏറ്റവും സാധ്യതയുള്ളത് നമ്മുടെ കുടുംബത്തിലാണ്. പക്ഷെ നമ്മളത് പറയാൻ ശ്രദ്ധ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ടവരെ പറയുന്നുണ്ട്, സലാസുൻ, അതേ 3 വിഭാഗം ആളുകളുണ്ട്. ഖദ് ഹറമല്ലാഹു തആല അലൈഹിമൽ ജന്ന, അവർക്ക് നാളെ സ്വർഗ്ഗം ഹറാമാണ്. അതിനൊന്ന് പരിചയപ്പെടുത്തിയത് മുദ്മിനുൽ ഖംറാണ് പ്രിയപ്പെട്ടവരെ, കള്ള് കുടിക്കുന്നവരെ പറ്റി പരിചയപ്പെടുത്തി. വൽ ആഖ്, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരെ പറ്റി പരിചയപ്പെടുത്തി. പിന്നീട് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വദയ്യൂസ്, സ്വന്തം കുടുംബത്തിലെ വൃത്തികേടിന് സമ്മതം നൽകുന്നവനാണ് ദയ്യൂസ്. ആ ദയ്യൂസ് ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നാളെ സ്വർഗത്തിൽ കടക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതേ പല തിന്മകൾക്കും നമ്മുടെ മക്കള് അതിനുവേണ്ടി ഇറങ്ങുമ്പോ, കുട്ടിയല്ലേ കെട്ടിച്ചു വിട്ടാൽ ഇനിയൊന്നും നടക്കില്ലല്ലോ, ഒരു യൂട്യൂബ് ചാനലല്ലേ, ഇന്ന വസ്ത്രമല്ലേ, ഒരു കല്യാണത്തിന്റെ ദിവസമല്ലേ, ഒന്ന് പുറത്തേക്ക് പോകുമ്പോഴല്ലേ, ഒന്ന് ടൂറിന് പോകുമ്പോഴല്ലേ എന്ന് പറഞ്ഞ് എത്രയെത്ര തിന്മകളെയാണ് പ്രിയപ്പെട്ടവരെ സമ്മതം മൂടിയത്. ആ സമ്മതം മൂടിയ ദയ്യൂസ് ഉണ്ടല്ലോ, ആ ദയ്യൂസ് നാളെ സ്വർഗത്തിൽ കടക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദയ്യൂസ് നാളെ സ്വർഗത്തിൽ കടക്കൂല. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര നിസാരമായിട്ട് കാണും ഇതൊക്കെ. അങ്ങനെ ഓരോന്നും നമ്മുടെ ചിന്തയിലില്ല എങ്കിൽ നമ്മൾ നാളെ നഷ്ടക്കാരാകുമെന്നുള്ളതിൽ പ്രിയപ്പെട്ടവരെ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തിന്മകളെ കണ്ടാൽ അത് കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയണം. സഹോദരിമാരെ, നമ്മുടെ ഭർത്താവിന്റെ വീട്ടിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഭക്ഷണമുണ്ടാക്കി പാകം ചെയ്ത് ടേബിളിന്റെ ആ ഒരു ടേബിൾ മേൽ കൊണ്ടുവച്ച് വിളമ്പിക്കൊടുക്കുന്ന ഉത്തരവാദിത്തം മാത്രമല്ല നമുക്കുള്ളത്. നമ്മുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ, നമ്മുടെ ഭർത്താവിന്റെ വിഷയത്തിൽ, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ
കൃത്യമായ ബാധ്യതയുണ്ട്. വഹിയ മസ്ഊലത്തുൻ, അവൾ ചോദിക്കപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തി തരുമ്പോ അതുണ്ട് ഇതുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാനെങ്ങനെ ഇതിനൊക്കെ നിൽക്കുക എന്ന ചോദ്യത്തിന് പോലും പ്രിയപ്പെട്ടവരെ നാളെയുടെ പാരിത്രിക ലോകത്ത് വില പോകില്ല എന്ന ആ ഒരു ചിന്ത നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. മക്കളിൽ ചെറിയ തിന്മകൾ കണ്ടാൽ പോലും നോക്കിയ നിങ്ങൾ കുട്ടികളുടെ തെറ്റുകളെ അബദ്ധങ്ങളെ റസൂലുള്ളാഹി സ്നേഹമധ്യേ തിരുത്തിയ എത്രയെത്ര ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ സഹാബിവരൻ ഉമർ ബിൻ അബീ സലമ റളിയല്ലാഹു തആല അൻഹു പറയാ, കുൻതു ഗുലാമൻ, ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. അപ്പം എൻ്റെ കൈ ഇങ്ങനെ ഭക്ഷണത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി യാ ഗുലാം, മോനെ സമ്മില്ലാ സമ്മില്ലാ, മോനെ നീ ബിസ്മി ചൊല്ലണം കേട്ടോ. വകുൽ ബിയമീനിക വകുൽ മിമ്മാ യലീക, നീ നിന്റെ അടുത്ത് നിന്ന് കഴിക്കണം, നിന്റെ വലത് കൈ കൊണ്ട് കഴിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നിസ്സാരമായി തോന്നുന്ന കാര്യമല്ലേ, എന്നാൽ ചെറിയ കുട്ടിയായ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം ബോധ്യപ്പെടുത്തിയത്. എത്രയെത്ര മക്കൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിലുണ്ട്. ആ ബൈത്തുൽ മാലിലേക്ക് വെച്ച ഈത്തപ്പഴത്തിന്റെ കൊട്ടയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചു നോക്കിയേ. ആ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ എടുത്തു കഴിച്ച സന്ദർഭത്തിൽ വലിച്ചെറിയണം മോനെ, നമുക്കത് ഭക്ഷിക്കാൻ പാടില്ല എന്ന്, നമുക്കത് കഴിക്കാൻ പാടില്ല എന്ന് അറിയില്ലേ എന്ന് ആ ഒരു ബോധ്യപ്പെടുത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അമാ ശഅർത അല്ലാ നഅകുല സദഖ, സദഖയിൽ നിന്ന് കഴിക്കാൻ പാടില്ല എന്ന് അറിയില്ലേ, സക്കാത്തിന്റെ സമ്പത്തിൽ നിന്ന് കഴിക്കാൻ പാടില്ല എന്ന് അറിയില്ലേ എന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പരിചയപ്പെടുത്തിയത്? നമുക്കല്ലേ, നമുക്കാണല്ലോ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും മാമൂലികളുടെ പേര് പറഞ്ഞ് കുടുംബത്തിലെ ഓരോ കോപ്രായത്തരങ്ങളുടെയും നാട്ടാചാരങ്ങളുടെയും പേര് പറഞ്ഞ് കുടുംബത്തിൽ എന്തെല്ലാം തോന്നിവാസങ്ങളാണ് കാട്ടിക്കൂട്ടാറ്. ഒരു കല്യാണത്തിന്റെ തലേന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുകയാണ്. അവിടെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. ഇംഗ്ലീഷ് അക്ഷരമാണെങ്കിലും കോർത്തിണക്കിയ പേരുകളാണ്. കസിൻസ് എന്നോ അതല്ല എങ്കിൽ ബ്രദേഴ്സ് എന്നോ ഒക്കെ വിളിച്ചിട്ട് ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നു, ആണും പെണ്ണും കൂടിക്കലരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഗൗരവം അറിയാനിട്ടല്ലോ നമുക്ക്, ഇതിന്റെ ആ പേടി, ഇതിന്റെ ആ ഒരു പ്രത്യാഘാതമായി നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച് തിരിച്ചറിയാനിട്ടല്ലോ നമ്മൾ. പക്ഷേ നിസാരവൽക്കരിക്കുകയാണ്. ഒക്കെ നിസാര, നമുക്ക് എല്ലാം നിസാരാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, സ്വർണം ആണുങ്ങൾക്ക് ധരിക്കാൻ പാടില്ല എന്ന ആ ഒരു അധ്യാപനം ഇറങ്ങിയതറിയാത്ത സ്വഹാബിയര് അങ്ങനെ നമ്മൾ ആ ഹദീസിനെ വായിക്കണ്ടേ? ആ പാവ അറിഞ്ഞിട്ടില്ലത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റആ ഖാതമൻ, ഒരു മോതിരം ഇങ്ങനെ കാണാ ഒരു സഹാബി വര്യന്റെ കയ്യിൽ, അങ്ങനെ എടുത്ത് വലിച്ചെറിഞ്ഞു. അത് എടുത്താണ് വലിച്ചെറിഞ്ഞു. വലിച്ചെറിഞ്ഞ പ്രവാചകൻ പോയി സഹാബത്ത് ചോദിച്ചു, നിനക്കത് ഉപയോഗപ്പെടുത്തിക്കൂടെ? ധരിക്കലല്ലേ ഹറാമ്, ധരിക്കലല്ലേ ഹറാമ്, മറ്റെന്തെങ്കിലും ഉപയോഗിച്ചൂടെ? എന്താ പ്രിയപ്പെട്ടവരെ പറഞ്ഞത്? വഖദ് തറഹു റസൂലുള്ളാഹ്, ഇന്റെ റസൂൽ വലിച്ചെറിഞ്ഞതാ. അത് ഹറാമിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കിയപ്പോ, അത് നിഷിദ്ധമാണെന്ന് മനസ്സിലാക്കിയപ്പോ, അത് പാടില്ല എന്ന് മനസ്സിലാക്കിയപ്പോ, പ്രിയപ്പെട്ടവരെ, അത് നോർമലൈസ് ചെയ്തില്ല, അത് നോർമലൈസ് ചെയ്തില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ വസ്ത്രത്തിന്റെ വിഷയത്തില് നമ്മൾ എത്രത്തോളം ഗൗരവം കാണിക്കലുണ്ട്, എത്രത്തോളം മേഖലയിലാണ് നിസ്സാരവൽക്കരിക്കാറുള്ളത്. ഇസ്ലാമിക ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, എത്രയെത്ര ഗൗരവമായ അധ്യാപനങ്ങളാണ് തദ്വിഷയത്തിൽ കാണാൻ സാധിക്കുക എന്ന് അറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, കാസിയാത്തുൻ ആരിയാത്ത്, പള്ളിയിലേക്ക് വരുമ്പോൾ പർദ്ദ ധരിച്ചു വരുന്നവരെ, ഒരു കല്യാണത്തിന് പോകുമ്പോ, മറ്റൊരു ഫംഗ്ഷന് പോകുമ്പോ, അതേ ഇന്നെന്റെ സമൂഹത്തിൽ ഏറെ ട്രെൻഡായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിറഞ്ഞു നിൽക്കുന്ന വസ്ത്രം ഏതാണോ ആ വസ്ത്രമാണ് മുസ്ലിം ഉമ്മത്ത് പോലും ചൂസ് ചെയ്യുന്നത്. അത് ഇട്ടിട്ടുകൊണ്ടാണ് കല്യാണത്തിലേക്ക് പോകുന്നത്. എന്തേ ലക്ഷ്യം? ഞാനിട്ട ഈ വസ്ത്രമില്ലേ, അത് കുറച്ചാളുകൾ കാണട്ടെ, എവിടെ നിന്നാണ് മേടിച്ചതെന്ന് ചോദിക്കട്ടെ, എന്റെ അങ്കലാവണ്യങ്ങൾ കാണട്ടെ എന്ന ചിന്തയാണ് പ്രിയപ്പെട്ടവരെ പല
പലപ്പോഴും റസൂലുള്ളാഹി പറയുകയാണ് നിസാഉൻ കാസിയാത്ത്, വസ്ത്രം ധരിച്ച കുറെ പെണ്ണുങ്ങളുണ്ട്, എന്നാൽ ആരിയാത്ത്, എന്നാൽ ധരിച്ചെങ്കിലും അവരെ നഗ്നരാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുൻഗാമികൾ പരിചയപ്പെടുത്തിയതെന്താ? സൗബുൻ റഖീഖ്, നേരിയ വസ്ത്രങ്ങളാകാം, ശരീരത്തിലെ കാര്യങ്ങൾ പുറത്തു കാണുമാറുള്ള വസ്ത്രങ്ങളാകാം. മുമീലാത്തും മായിലാത്ത്, ഒരു മുസ്ലിം സ്ത്രീയുടെ മര്യാദകൾക്ക് ഘടകവിരുദ്ധമായ രൂപത്തില് ഇടപെടുന്നവരുണ്ട്, വർത്തമാനം പറയുന്നവരുണ്ട്, ചിരിക്കുന്നവരുണ്ട്, കളിക്കുന്നവരുണ്ട്. തന്റെ വീടിന്റെ ഉള്ളിൽ നിന്നല്ല, തന്റെ റൂമിന്റെ ഉള്ളിൽ നിന്നല്ല, അന്യപുരുഷന്മാരെല്ലാവരും കാണുന്ന സ്ഥലത്തെന്നാണ്, യാതൊരുവിധ ലക്കും ലകാനവുമില്ലാതെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ലാ യദ്ഖുലുനൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കൂല. വലാ യജിദിന റീഹ, നാളെ സ്വർഗീയ പരിമളം പോലും ആസ്വദിക്കാൻ സാധിക്കൂല. സ്വർഗീയ പരിമളം പോലും ആസ്വദിക്കാൻ കഴിയൂല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, മുൻഗാമികൾ ഈ വിഷയത്തിലൊക്കെ കണ്ട ഗൗരവം സഹോദരിമാരെ നമ്മൾ അറിയണം. പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരന്മാരെ, നമ്മൾ അറിയണം. മക്കൾക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കുമ്പോൾ, തന്റെ ഇണക്ക് വസ്ത്രം ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം, തൗഹീദിന്റെ ആ ഒരു സജീവമായ ആ ഒരു മേഖലയിൽ ഇടപെടും. ഓളോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞിട്ട്, ഓളെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ. അല്ലെങ്കിൽ മൂപ്പരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞാൻ കുറെ പറയണു, അതിന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, മൂപ്പര് ഇഷ്ടം പോലെ ചെയ്തോട്ടെ എന്ന്. അങ്ങനെ നിസ്സാരവൽക്കരിക്കേണ്ടതല്ല പ്രിയപ്പെട്ടവരെ കുടുംബം എന്നുള്ളത്. അങ്ങനെ ഒരു രൂപത്തിൽ ആ ഒരു വെറുതെ വ്യതയ ഒഴിവാക്കേണ്ട കാര്യമല്ല പ്രിയപ്പെട്ടവരെ. അയ്യുൽ മാലി ഖൈർ, സഹാബത്ത് റസൂലുള്ളാഹിയോട് ചോദിക്കുക, ഏറ്റവും വലിയ സമ്പാദ്യം ഏതാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ 3 കാര്യങ്ങൾ എണ്ണി. അതിൽ അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയത് വസൗജത്തുൻ മുഅ്മിനാ, മുഅ്മിനായ ഇണയും തുണയുമാണ്. തുഈനുഹു അലാ ദീനിഹി, തന്റെ ദീനിന്റെ വിഷയത്തിൽ പരസ്പരം സഹായിക്കുന്ന ഭാര്യയുണ്ടോ, ഭർത്താവുണ്ടോ? പ്രിയപ്പെട്ടവരെ, അതാണ് ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുമ്പോൾ ആയിഷാ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ ഒരു ഹദീസ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആയിഷാ ബിബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായ അവരെയൊക്കെ മറമാടിയ സ്ഥലത്തേക്ക് പോകുമ്പോഴുള്ള ഒരു മര്യാദയുണ്ട്. അതേ, ഒന്ന് ഉപ്പയാണ്, രണ്ടാമത്തെ ഭർത്താവാണ്. പലപ്പോഴും ഹിജാബ് ധരിക്കാതെ ആയിഷാ ബിബി റളിയല്ലാഹു തആല അൻഹ ആ സ്ഥലത്തേക്ക് പോയിരുന്നു എന്നുള്ളതാ. എന്നാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറടക്കിയത് മുതൽ പ്രിയപ്പെട്ടവരെ പൂർണ്ണമായി ഹിജാബ് ധരിക്കാതെ ആ സ്ഥലത്തേക്ക് പോയിട്ടില്ല എന്ന് ഹദീസുകൾ പഠിപ്പിക്കുമ്പോ ഖബറിലാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് പോലും വസ്ത്രത്തിന്റെ മര്യാദയിൽ, ഇസ്ലാമികമായ മര്യാദ പാലിക്കേണ്ട മേഖലയിൽ എത്ര സൂക്ഷ്മമായി പാലിച്ചിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ വാക്കുകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ കോരിത്തെരിപ്പിക്കേണ്ട, നമ്മുടെ ഹൃദയത്തിൽ ചേർത്തി വെക്കേണ്ട വാക്കുകളാ. ഫാത്തിമാനെ ഖബറടക്കുന്ന സമയം രാത്രിയാകാൻ ശ്രദ്ധിക്കണേ. വെള്ളത്തുണിയിൽ ഫാത്തിമാനെ മറമാടല്ലേ. അബിസീനിയ അറബികളുടെ മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകുന്ന സമയം, അറബികളുടെ മയ്യത്ത് കട്ടിലെ പ്രിയപ്പെട്ടവരെ മുകൾ ഭാഗവും 2 പാർശ്വഭാഗങ്ങളും മറയില്ലാത്തതാണ്. മറയില്ലാത്തതുകൊണ്ട് എന്റെ ശരീരം അന്യപുരുഷന്മാരെ കാണാനിടയാവൂലേ. അതുകൊണ്ട് അബിസീനിയക്കാരുടെ മയ്യത്ത് കട്ടിലിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നടക്കം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഇതൊന്നും ഓവറല്ല പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിലുള്ള സൂക്ഷ്മതയാണ്. അസ്മാ ബിൻത് ഖുമൈസ് റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം, അവരെയൊക്കെ പ്രിയപ്പെട്ടവരെ എത്ര ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയങ്ങളെയൊക്കെ കണ്ടത്. ഏറെ ഗൗരവമുള്ള ഭീകരമായ കാര്യങ്ങൾ പറയുകയല്ല. പാൽക്കാരൻ അന്യനാണ്, മീൻകാരൻ അന്യനാണ്. പ്രിയപ്പെട്ടവരെ, പള്ളിയിലേക്ക് പോകുമ്പോൾ ശരിക്കും ഇസ്ലാമിക വസ്ത്രധാരണം കാത്തു സൂക്ഷിക്കുന്ന നാം അന്യനായിട്ടുള്ള ആളുകളുടെ മുന്നിൽ പോകുമ്പോൾ അരക്കൈയുള്ള മാക്സി ഇട്ടുകൊണ്ട്, അരക്കൈയുള്ള ചുരിദാർ ഇട്ടുകൊണ്ട്, രാത്രിയിൽ മാത്രം ഇടാൻ പറ്റുന്ന നെയ്റ്റി പോലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ടാണ് നമ്മുടെ വീടിന്റെ പുറത്തേക്ക് നാം ഇറങ്ങുന്നത്. അതിനുപോലും നമുക്ക് ഗൗരവമല്ല. പലപ്പോ ടൗണിലൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് ഹിജാബ് ധരിച്ച് പറന്നിരിക്കും. അവിടെ അന്യനും ഇവിടെ അന്യനും പ്രിയപ്പെട്ടവരെ ഒന്നല്ലേ, രണ്ടല്ലല്ലോ. അന്യൻ എന്ന കാറ്റഗറിയിൽ നിന്ന് ആരും ഒഴിയുന്നില്ലല്ലോ.
ഇതൊക്കെ നമ്മൾ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇനിയോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ 33ാമത്തെ വചനത്തിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ. പഴയ അജ്ഞാത കാലത്തെ സ്ത്രീകൾ സൗന്ദര്യ പ്രകടനം നടത്തിയതുപോലെ നിങ്ങൾ സൗന്ദര്യ പ്രകടനം നടത്താൻ പാടില്ല. പഴയ അജ്ഞാന കാലത്തെ സ്ത്രീകൾ, ജാഹിലിയ കാലഘട്ടത്തിലെ സ്ത്രീകൾ സൗന്ദര്യ പ്രകടനം നടത്തിയതുപോലെ നിങ്ങൾ സൗന്ദര്യ പ്രകടനം നടത്താൻ പാടില്ല എന്ന്. ഇന്ന് പലപ്പോഴും പ്രിയപ്പെട്ടവരെ ഇൻസ്റ്റയും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റെല്ലാ ഗ്രൂപ്പുകളിലും കോസ്മെറ്റിക് വസ്തുക്കളുടെ തരംഗ വെളുക്കാൻ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഏത് ക്രീം തേച്ചാൽ നമ്മുടെ ഷെയ്ഡ് ഇല്ലാതാവും, അതാവും ഇതാവും, ഇതാണ് ചർച്ച. ഇതൊക്കെ ഉപയോഗിക്കാം. ഇസ്ലാം അനുവദിച്ച ഇസ്ലാമിന്റെ ബൗണ്ടറികളുടെ ഉള്ളിൽ നിന്നു മാത്രം. നാട്ടുകാരുടെ മുന്നിക്ക് ഇതൊക്കെ തേച്ചിറങ്ങിയുള്ള അവസ്ഥ എന്താകും പ്രിയപ്പെട്ടവരെ? ഒരു പെണ്ണ് അത്തറ് പൂശിക്കൊണ്ട് സുഗന്ധദ്രവ്യം ഉപയോഗിച്ചുകൊണ്ട് പുറത്തിറങ്ങിയാൽ അവൾ വ്യഭിചാരിണിയാണെന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ ഗൗരവത്തിൽ കേൾക്കേണ്ട, മനസ്സിലാക്കേണ്ട അധ്യാപനങ്ങൾ. എന്താ ഉത്തര അല്ല, ഇതിന്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ പലപ്പോഴും നമ്മൾ തന്നെ അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ, അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നാളെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകാൻ കഴിയുക എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ വേണ്ടതുണ്ട്. ദീന് പഠിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. നോക്കിയേ, നിങ്ങൾ അറിവ് പഠിക്കുന്ന രംഗത്ത് നമ്മൾ കുടുംബമൊത്തം തീരുമാനമെടുക്കണം. അറിവ് പഠിക്കുന്ന രംഗത്ത് ഖുർആൻ ക്ലാസുകൾ പ്രിയപ്പെട്ടവരെ ഈ മലപ്പുറം എന്ന നാടിനെ സംബന്ധിച്ചിടത്തോളം ദീനീ പഠനത്തിന് ഒരു യാതൊരുവിധ പ്രയാസവുമില്ലാത്ത നാടാണല്ലോ പ്രിയപ്പെട്ടവരെ നമ്മുടെ മലപ്പുറം. എത്ര ഉണ്ട് ദീൻ പഠിക്കാൻ? നമ്മുടെ മലപ്പുറം പള്ളി എടുത്ത് നോക്കിയാൽ ഫിഖ് ക്ലാസ് ഉണ്ട്, ഖുർആൻ ക്ലാസ് ഉണ്ട്, അങ്ങനെ ഹദീസ് ക്ലാസ് ഉണ്ട്, എത്ര ക്ലാസ്സുകൾ പ്രിയപ്പെട്ട മക്കൾക്ക് സിയാറയുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലെ എത്ര ആൾക്കാർ ഇതിനെയൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്ന ചിന്ത നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നോക്കിയേ, നിങ്ങൾ ആയിഷ ബിൻത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചാണ് അൽ മുക്സിറൂന ഫീ റിവായത്തിൽ ഹദീസ്. ചെറിയ പ്രായത്തിലാ ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത ആ പദവിയിലേക്ക് ആയിഷ ബിൻത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹ എത്തിയത്. 7ഓളം പേരുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അതിൽ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പേര് എണ്ണിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അറിവ് പഠിക്കുന്ന രംഗത്ത് നമ്മുടേതായിട്ടുള്ള ചില ഇടപെടലുകൾ ഉണ്ടായേ മതിയാകും പ്രിയപ്പെട്ടവരെ. നമ്മൾ കുടുംബത്തോടൊപ്പം ഒരു ഖുർആൻ ക്ലാസ്സിന് വരുന്നില്ല, എന്നിട്ട് നമ്മൾ പറയാം ഞാൻ ഉദ്ദേശിച്ച പോലെ നല്ല വളരുന്നത്, ഞാൻ സ്ഥലമൊന്നും പറയാതെ ഏറ്റവും ഒരു ഉമ്മയും ഉപ്പയും ഏറെ ഖുർആൻ ക്ലാസ്സിനും അതുപോലെ തന്നെ നല്ല രൂപത്തിൽ ജോലിയിൽ, നല്ല പ്രൊഫഷണൽ ജോലിയിൽ വർക്ക് ചെയ്യുന്ന 2 പേർ. എന്നാൽ അവർ ആ ജോലിക്കിടയിൽ സമയം കണ്ടെത്തിയിട്ട് അതീവ ഗൗരവമായിട്ട് ഖുർആൻ ക്ലാസ്സിന് പങ്കെടുക്കുന്നവർ, ദീനി പഠന മേഖലയിൽ ഇടപെടുന്നവർ, പ്രിയപ്പെട്ടവരെ എല്ലാ കാര്യത്തിനുണ്ട്, അവരെല്ലാത്തിനുണ്ട്. പക്ഷെ മക്കൾ അവരെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവന്നില്ല. അവർ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞു. അവര് ഈ സമയത്ത് അവർ ഇറങ്ങണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അവരൊക്കെ ചിന്തിച്ചതിന്റെ എത്രയോ അപ്പുറത്താണ് ആ മക്കൾ മാറിയത്. അവർക്ക് ആലോചിക്കാൻ പോലും ഒരു ദീനിയായ കുടുംബത്തിൽ നിന്ന് ഉണ്ടാകാൻ പോലും പാടില്ലാത്ത കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ആ കുടുംബത്തിൽ ഉണ്ടായത്. എന്താന്ന് എടുത്തു പറയുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ചു എത്ര വിഷമം ഉണ്ടാകും ആ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം. ഖുർആൻ ക്ലാസ്സിന് ഓരുണ്ടായി, പക്ഷെ മക്കളെ കൂട്ടിയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ആ 12:40 ജുമുഅ തുടങ്ങുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഇണക്ക് അവരുടെ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞ് പൂർത്തിയാക്കി നമ്മോടൊപ്പം വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ വന്നക്ക് നേരം ഒഴുകുമെന്ന് പറയാനല്ല, ആ ഒരു ദിവസം ക്രമീകരണം വരുത്തിയിട്ട് ഒരു പക്ഷേ ഒരു 300-400 ചെലവാക്കിയാൽ ഉച്ചക്കത്തെ ഭക്ഷണം പുറത്തുനിന്ന് മേടിച്ചിട്ടാണെങ്കിലും പ്രിയപ്പെട്ടവരെ ഒരു ജുമുഅക്ക് നമുക്ക് കുടുംബസമേതം പങ്കെടുക്കാൻ കഴിഞ്ഞാലുള്ള ആ ഖൈറിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ആ ഖൈറിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി. നമ്മൾ പറയും സമയലജ്ജ് വന്ന നേരം ഒഴുകുന്ന, അല്ലെങ്കിൽ സ്കൂട്ടി മണക്ക് കയറാൻ വയ്ക്കൂലല്ലോ ഞാൻ പോട്ടേന്നാ. ഒരു ഓട്ടോറിക്ഷയ്ക്ക് 100 രൂപ കൊടുത്താലുള്ള ഗുണം എന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾ. നമുക്ക് ഖുർആൻ ക്ലാസ്സിന് വരാൻ തിരക്കാണ്, നേരില്ല.
എന്താ പ്രിയപ്പെട്ടവരെ, പിന്നെ എങ്ങനെയാണ് കുടുംബസമേതം സ്വർഗത്തിൽ പോകാൻ നമുക്ക് സാധിക്കുക? അതുകൊണ്ട് പഠിക്കുന്ന രംഗത്ത് നമ്മൾ ശക്തമായ ഇടപെടൽ ഉണ്ടായേ മതിയാകും. രണ്ടാമത്തത് ആരാധനകളുടെ വിഷയത്തിലാണ്. ഞാൻ എൻ്റെ സംസാരത്തിന്റെ തുടക്കഭാഗത്ത് ഓർമ്മപ്പെടുത്തി, ഒരു നിസ്കാരം പോലും പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല കേട്ടോ. നാളെയുടെ വിചാരണയുടെ നാളിൽ ഒന്നാമത്തെ വിചാരണയ്ക്ക് നിസ്കാരം എടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുമ്പോൾ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, നിസ്കാരം എന്നുള്ളത് നിർണിതമായ സമയത്താണ് എന്ന് പരിചയപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ, പലപ്പോഴും നമുക്ക് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രൂപത്തിലാണ് ളുഹറും അസറും എല്ലാ ദിവസവും ഒരേ സമയത്താണ്. ഒരു 3:15 എന്നിട്ട് എന്താ ളുഹർ നിസ്കരിക്കും, അസർ നിസ്കരിക്കും. എന്നും ഇളവ് വളവാക്കാൻ പറ്റൂല, പ്രിയപ്പെട്ടവരെ. അള്ളാഹു നൽകിയൊരു ഇളവാണ്. ഇസ്തിഹാദത്ത് പോലെയുള്ള രോഗമുണ്ടാകുമ്പോ അള്ളാഹ് നൽകിയൊരു ഇളവിനെ നമ്മൾ വളവാക്കുക. എന്നും അങ്ങനെയാണ്. ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധ പുലർത്തണമല്ലോ. നമ്മളല്ലാതെ പ്രിയപ്പെട്ടവരെ ആരാണ് ഇതിൽ ശ്രദ്ധ പുലർത്തുക? അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യം ഒരു വീഴ്ച പോലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു തീരുമാനം നമ്മൾ എടുക്കണം. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയില്ലേ, മുറൂ ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിക്കണേ. എന്താണ് കൽപ്പിക്കേണ്ടത്? ഏത് പ്രായത്തിലാണ് കൽപ്പിക്കേണ്ടത്? 7 വയസ്സാവുമ്പോൾ നിസ്കരിക്കാനുള്ള കൽപ്പന ഉണ്ടാകണേ. പ്രിയപ്പെട്ടവരെ, 7 വയസ്സുള്ള ഒരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മദ്രസയില്ലാത്ത ദിവസമാണെങ്കിൽ കുറച്ചേരം കൂടി ഉറങ്ങിക്കോട്ടെ, മദ്രസയിലേക്ക് പോകാൻ വേണ്ടി എല്ലാ ദിവസവും എണീക്കുന്നതല്ലേ എന്നാ നമ്മുടെയൊക്കെ മറുപടി. റസൂൽ പറയും 7 വയസ്സാകുമ്പോൾ വിളിക്കണം, നിസ്കരിക്കാൻ കൽപ്പിക്കണം. ആ 7 10 വരെയാണ് കൂട്ടിങ്ങൾ. 3 വർഷം, ഒരു വർഷത്തിന് 365 ദിവസം ഉണ്ടല്ലോ. ആ 365 പ്രിയപ്പെട്ടവരെ 5 വക്ത് നിസ്കാരം ഉണ്ടല്ലോ. നമ്മൾ അങ്ങനെ നമ്മളെ മക്കളോട് പറയേണ്ടി വരും. നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും ഖുർആൻ ഹദീസുമല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ എപ്പോഴാണ് നിസ്കരിക്കാത്തതിന്റെ പേരിൽ ആവലാതിപ്പെടാറ്, സങ്കടപ്പെടാറ്, ദേഷ്യപ്പെടാറ്, അടിക്കാറ്? 16, 17, 18 വയസ്സാകുമ്പോൾ. അള്ളാന്റെ റസൂൽ പറഞ്ഞ 7ാമത്തെ വയസ്സിൽ നമ്മൾ നിസ്കാരം കൽപ്പിച്ചിട്ടില്ല. ഉറങ്ങിക്കോട്ടെ എന്നാ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് എങ്ങനെയാ പ്രിയപ്പെട്ടവരെ വിജയം കിട്ടുക? അതുകൊണ്ട് ആ ഒരു ഇബാദത്തിന്റെ വിഷയത്തില് നല്ലൊരു ശ്രദ്ധ നമുക്കുണ്ടായേ മതിയാകും. മാത്രമാണോ പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും ഓരോരുത്തരുടേതായിട്ടുള്ള കടമകൾ പാലിക്കണം. ഒരു പെണ്ണിനോട് എങ്ങനെ പെരുമാറണമെന്ന് അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, അവരോട് നന്മയോടുകൂടി നിങ്ങൾ വർത്തിക്കണമേ. നന്മയോടുകൂടി നിങ്ങൾ വർത്തിക്കണം. നല്ല പെരുമാറ്റങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. മുഖത്തടിക്കാൻ പാടില്ല. അങ്ങനെ കുറെ ഉപദേശങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മളത് പാലിക്കണമല്ലോ. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് അബൂ സലമ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ട സമയത്ത് ഉമ്മു സലമ എന്തിനാണ് വേദനിക്കുന്നത്? ഇതിനേക്കാൾ ഖൈറായത് കിട്ടുമെന്ന് പറഞ്ഞപ്പോ അബൂ സലമയേക്കാൾ ഖൈറായ ഒരു ഭർത്താവിനെ എനിക്ക് ലഭിക്കുമോ എന്ന ആ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ ചോദ്യം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ എന്നോടടക്കം ചോദിക്കേണ്ട ഒരു ചോദ്യം. നമ്മുടെ ഇണ, നമ്മോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ ഇണ, ആ ഇണക്ക് പറയാൻ കഴിയുമോ എന്റെ ഭർത്താവാണ് ഏറ്റവും പെർഫെക്റ്റ് എന്ന്? ഏറ്റവും പെർഫെക്റ്റ് എന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തെ കുറിച്ച് ചോദിച്ചപ്പോ ഖുൽഖുഹു, റസൂലുള്ളാഹിന്റെ സ്വഭാവം ഖുർആനാ. റസൂലുള്ളാഹിന്റെ സ്വഭാവം ഖുർആനാണ്. അത് പറയണമെങ്കിൽ വെറുതെ പറഞ്ഞ വാക്കുകളല്ലല്ലോ, മനസ്സിന്ന് നിർഗളിച്ചതല്ലേ പ്രിയപ്പെട്ടവരെ. ഇനി സഹോദരിമാരോടും പറയാനുള്ളത്, പലപ്പോഴും ഇന്ന് ഇൻസ്റ്റഗ്രാം തുറന്നാൽ, അതല്ല എങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഏറെ ഫെമിനിസം എന്നും ആ രൂപത്തിലുള്ള ഓമന പേരിട്ടുകൊണ്ട് വിളിക്കുന്ന ചില കാട്ടിക്കൂട്ടലുകള് കുടുംബ വ്യവസ്ഥയാണ് തകർക്കുന്നത്. ആണിനും പെണ്ണിനും എന്താ ഒരേ തുല്യനീതി വേണ്ടേ? ഒരുമിച്ചല്ലേ തീരുമാനങ്ങൾ എടുക്കേണ്ടത്? എന്തിനാണ് ചോദിച്ചുകൊണ്ട് പോകുന്നത്? എന്തിനാണ് അങ്ങനെ അനുവാദം ചോദിക്കുന്നത്? നിങ്ങൾ സ്വതന്ത്രമായി മുന്നേറോ? അങ്ങനെയുള്ള കുറെ വാക്കുകളൊക്കെ പറഞ്ഞ് കുടുംബമെന്ന ആ പവിത്രമായ ബന്ധത്തെയാണ് പ്രിയപ്പെട്ടവരെ ഇല്ലാതാക്കുന്നത്. സൗജത്ത് എന്ന പദത്തിന് ഭർത്താവ് ഭാര്യ എന്ന ഒരു അർത്ഥത്തെക്കാൾ അത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള, ഏറ്റവും യോജിച്ച അർത്ഥം എന്നുള്ള ഇണ, തുണ എന്നുള്ളതാണ്. ഇണകളാ പ്രിയപ്പെട്ടവരെ. ഒരാൾ കൽപ്പിക്കാനും ഒരാൾ കൽപ്പനകൾ സ്വീകരിക്കാനുള്ള ആളൊന്നല്ല.
ഒരാൾ കൽപ്പിക്കാൻ, ഒരാൾ കൽപ്പനകൾ സ്വീകരിക്കാനുള്ള ആളൊന്നല്ല. പക്ഷെ നമ്മൾ അവിടെ പാലിക്കേണ്ട മര്യാദകൾ, ആ മര്യാദകൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നാളെ സ്വർഗത്തിൽ പോകാൻ കഴിയുന്ന ഒരു പെണ്ണിനെ പറ്റി പറഞ്ഞപ്പോ സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയല്ലോ. ഇദാ സല്ലത്തിൽ മർഅതു ഖംസ, 5 വക്ത് നിസ്കാരം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന പെണ്ണാ, വസാമത്ത് ശഹ്റഹാ, അതേ നോമ്പ് നോൽക്കുന്ന പെണ്ണാണ്, വഹഫിദത്ത് ഫർജഹാ, ഗുഹ്യാവയം സംരക്ഷിക്കുന്ന പെണ്ണാണ്, വഅതാഅത്ത് സൗജഹാ, തന്റെ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണാണ്. അങ്ങനെയുള്ള പെണ്ണിനോട് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വല്ലാത്ത സന്തോഷകരമായ ഓഫർ എന്താ? ഖീല ലഹാ ഉദ്ഖുലിൽ ജന്ന, മോളെ നീ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി, നീ ഉദ്ദേശിക്കുന്ന, ആഗ്രഹിക്കുന്ന, താല്പര്യപ്പെടുന്ന ഏത് കവാടമാണോ ആ കവാടത്തിലൂടെ നീ പ്രവേശിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ആ ഒരു തുടക്കത്തിലെ 3 കാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തുന്ന നാം, തന്റെ ഭർത്താവിനെ അനുസരിക്കുന്ന രംഗത്ത് അല്ല പെണ്ണിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന മര്യാദ പഠിപ്പിച്ചോ, അതേ പെണ്ണിനോട് തന്നെ തന്റെ ഭർത്താവിനോട് പെരുമാറുമ്പോഴുള്ള മര്യാദയും പഠിപ്പിച്ചു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ, ഏറെ മഹത്വമുള്ള ഒരു വ്യക്തിത്വമാണ് തന്റെ ഭർത്താവ് എന്നുള്ളത്, ഒരു സംശയവുമില്ല. എന്തൊക്കെ ചെയ്താലും ആ ഒരു തന്റെ ഇണയുടെ പൊരുത്തം കിട്ടുക എന്നുള്ള നിർബന്ധ. നാളെ അല്ലാഹു നോക്കുകയില്ല ഇലാ ഇംറഅത്തിൻ, ഒരു പെണ്ണിന്റെ മുഖത്തേക്ക്, ലാ തഷ്കുറു ലി സൗജിഹാ, തന്റെ ഭർത്താവിന് വേണ്ടി നന്ദി കാണിക്കാത്ത പെണ്ണാണോ, വഹിയ ലാ തസ്തഗ്നി അൻഹു, അവനെ പരിഗണിക്കാത്ത പെണ്ണാണോ, അവളെ മുഖത്തേക്ക് നാളെ അല്ലാഹു നോക്കൂല. എന്താ ഉസ്താദേ ഞങ്ങളെ മാത്രം കുറ്റം പറയണേ എന്ന് ആരും ചിന്തിക്കേണ്ട ഹദീസുകളാണ് പ്രിയപ്പെട്ടവരെ. ആ ഹദീസുകൾ നമ്മൾ ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കണം. തിരിച്ചു അങ്ങോട്ട് തന്നെ കേട്ടോ, വലിയ ബാധ്യതകളുണ്ട്, വലിയ ബാധ്യതകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നുണ്ടല്ലോ, പ്രവാചകൻ വീട്ടിലെങ്ങനെയാണ്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, പ്രവാചകൻ മാവ് കുഴക്കുമായിരുന്നു, വസ്ത്രം അലക്കി തരുമായിരുന്നു. ഫഇദാ ഹദറത്തിസ് സ്വലാ, നിസ്കാരത്തിന്റെ സമയമായ നിസ്കാരത്തിലേക്ക് പ്രവാചകൻ പോകുമായിരുന്നു. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സുബഹി നമസ്കാരം കഴിഞ്ഞ്, പ്രിയപ്പെട്ട ഉപ്പമാരെ, അല്ലാഹുവിന്റെ റസൂൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളും കീർത്തനങ്ങളുമായിരിക്കുകയാണ്. എന്നിട്ട് സൂര്യോദയത്തിന് ശേഷം ഓരോ ഭാര്യമാരുടെ വീട്ടിലേക്കും പ്രവാചകൻ ചെല്ലുന്നുണ്ട്, പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, പ്രവാചകൻ കുശലാന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ജസീറത്തുൽ അറബിനെ, അറേബ്യൻ ഉപഭൂഖണ്ഡത്തെ മൊത്തത്തിൽ നിയന്ത്രിച്ച പ്രവാചകനാ, ഭരണാധികാരിയാണ്, ഖാദിയാണ്, തിരക്കുകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ മക്കയിലെ മണലാരുണ്യത്തിലെ ഓരോ വീടകങ്ങളിലും പ്രവാചകൻ പോയി പ്രബോധനം ചെയ്തിട്ടുണ്ട്. പക്ഷേ തന്റെ കുടുംബത്തിന് കൊടുക്കേണ്ട സമയം കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട് എന്ന് ഇസ്ലാമിക അധ്യാപനങ്ങൾ അല്ലേ? അത് നമ്മൾ പാലിക്കപ്പെടുക വേണം പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ പാലിക്കപ്പെടുക തന്നെ വേണം. അങ്ങനെ ഓരോ കാര്യത്തിലും, മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യത്തിലടക്കം പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധ പുലർത്തിയാൽ നാളെ സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും. ഇല്ല എങ്കിൽ വിരൽ കടിക്കുന്ന ഏറെ സങ്കടകരമായ അവസ്ഥയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക എന്ന ഒരു ആത്മാർത്ഥമായ ചിന്തയും ആത്മാർത്ഥമായ അർപ്പണബോധവും പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. നന്മകൾ ചെയ്യുന്ന രംഗത്ത് ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നമുക്കുണ്ടായേ മതിയാകും. തിന്മകൾ ചെയ്യുന്ന രംഗത്ത് നമ്മുടെ കുടുംബം ഒരു കാരണവശാലും അതിൽ അകപ്പെടരുത് എന്ന ഒരു വല്ലാത്തൊരു ആഗ്രഹം പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടായേ മതിയാകും. കാരണം ഏത് സമയത്താണ് മരണം നമ്മെ പിടികൂടുക എന്നറിയില്ല. ഏത് സമയത്തും മരണം പിടികൂടിയാലും പ്രിയപ്പെട്ടവരെ നാളെ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ട് നമുക്ക് മരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയല്ലോ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദി. ഓരോരുത്തരും ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് നാം
നാം ചിന്തിക്കേണ്ടത് നമ്മുടെ കുടുംബം നന്മയിലാകാൻ വേണ്ടി എന്തൊക്കെയാണ് പ്രിയപ്പെട്ടവരെ പരിശ്രമിക്കേണ്ടത്, നാളേക്ക് വേണ്ടി എന്താണ് നാം നേടിയെടുത്തിട്ടുള്ളത് എന്ന ചിന്ത നാം ഇന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നാളേക്ക് വേണ്ടി എന്താ ഒരുക്കി വെച്ചിട്ടുള്ളത്? കാരണം നാളെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മരണം വരിക എന്ന് നമുക്കറിയില്ലല്ലോ. എപ്പോ വേണമെങ്കിലും നമ്മുടെ മരണം നമ്മെ പിടികൂടാലോ, ഒരു ഉറപ്പില്ല നമുക്ക്. നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കണേ. അതുകൊണ്ട് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാകണം. ഒരുമിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യാനുള്ളൊരു പ്ലാന്. പ്രിയപ്പെട്ടവരെ, സ്വർഗം പുൽകാൻ ഇതിലേറെ ഹൈറായ മറ്റൊരു കർമ്മമുണ്ടോ? നിസ്കാരത്തിന്റെ കാര്യം നാം ഓർമ്മപ്പെടുത്തിയല്ലോ. ഉപ്പയും ഉമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഖുർആൻ ഓതുന്ന ഒരു രീതി നമുക്കുണ്ടാകണം. അങ്ങനെ ഓതുന്ന വീടകങ്ങളിൽ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാവില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടകങ്ങളെ കബറിടങ്ങളാക്കരുത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അതേ സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടിപ്പോകുന്നതാ. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ബഖറ ഓതുന്ന വീടുകളായി നമ്മുടെ വീടുകൾ മാറും. ഒരു പ്ലാൻ ഉണ്ടാകണം. ഖുർആൻ ഓതാനുള്ള ഒരു പ്ലാന് നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മുടെ മക്കൾക്ക്. നമ്മൾ മൊബൈലിൽ തോണ്ടിക്കളിച്ചിട്ട് മക്കളോട് പഠിക്കാൻ ആവശ്യപ്പെടുന്നു, മക്കളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അതാണല്ലോ ഈ ഉള്ളവന്റെ സംസാരത്തിൽ ഓർമ്മപ്പെടുത്തിയത്. നിങ്ങളുടെ വാക്കുകളേക്കാൾ നിങ്ങളുടെ ശരീരത്തിലേക്കാണ് അവർ നോക്കുന്നത്. നമ്മുടെ പ്രവർത്തികൾ പ്രിയപ്പെട്ടവരെ മാതൃകയാകണം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുടുംബനാഥൻ തഖ്വയുള്ളവനാകണമെന്നുള്ളതിന് ഉത്തമമായ ഉദാഹരണമാണ് പ്രിയപ്പെട്ടവരെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എത്ര മനോഹരമായ മാതൃകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകും മിനൽ മുശ്രികീൻ. അതേ അല്ലാഹുവിനെ അനുസരിക്കുന്ന രംഗത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ച കണിശത, ആ കണിശത തന്റെ കുടുംബത്തിൽ പകർന്നു എന്നല്ലേ ഈ ചരിത്രാധ്യാപനങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കേട്ട കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയേ മതിയാകൂ. കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയേ മതിയാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിയായി സ്നേഹിച്ച എത്രയെത്ര ആളുകൾ പ്രിയപ്പെട്ടവരെ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഉമ്മ 6-ാമത്തെ വയസ്സിൽ മരണപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ വല്ലുപ്പ 8-ാമത്തെ വയസ്സിൽ മരണപ്പെടുന്നുണ്ട്. പിന്നീട് പ്രവാചകനെ പൊന്നുപോലെ നോക്കിയത് അബൂ താലിബാണ്. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം നോക്കിയെന്നറിയോ? നുബുവത്ത് കിട്ടിയതിനു ശേഷവും അബൂ താലിബ് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊന്നുപോലെ സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് ചരിത്രാധ്യാപനങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്. ഖുറൈശികൾ വന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുതരാൻ ആവശ്യപ്പെടുന്നു. എന്റെ തല മണ്ണിൽ കുത്തിയിട്ടല്ലാതെ മുഹമ്മദിന്റെ ദേഹത്ത് തൊടാൻ ഞാൻ സമ്മതിക്കൂല എന്നാ പറഞ്ഞു. പക്ഷേ അബൂ താലിബ് പ്രിയപ്പെട്ടവരെ നാളെ നരകത്തിലാണ്. എന്താണ് നരകത്തിൽ കടക്കാനുള്ള കാരണമെന്നറിയോ? അബൂ താലിബിന് ഹിദായത്ത് എന്ന മാധുര്യം കിട്ടിയില്ല. ആമുൽ ഉസ്ൻ എന്ന് ഹിജ്റ 9 പറയപ്പെടുന്നുണ്ട്. ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹ, അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായിട്ടുള്ള ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായ വർഷമാണ്. അതോടൊപ്പം തന്നെ അബൂ താലിബ് റസൂലുള്ളാഹിന്റെ മുത്താപ്പ പൊന്നുപോലെ നോക്കിയ മുത്താപ്പ മരണപ്പെട്ട സമയമാണ്. ആ മുത്താപ്പ മരണപ്പെടുന്ന സന്ദർഭത്തില് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി ചെല്ലുന്നുണ്ടല്ലോ. യാ അമ്മീ, എന്റെ പൊന്നു മുത്താപ്പ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മുത്താപ്പ. കലിമത്തുൻ ഉഹാജിലക ബിഹാ ഇൻദല്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് ആവശ്യപ്പെടാം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലതവണ അവിടെ ആവശ്യപ്പെടുന്നല്ലോ. അതേ അബൂ താലിബ് ഖുറൈശി കിങ്കരന്മാരുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അവിടെ പലരുമുണ്ട്, ഖുറൈശി നേതാക്കന്മാരുണ്ട്. അവരുടെയൊക്കെ ചോദ്യം എന്താ? അത്തർഗബു, അബൂ താലിബേ നീ ആഗ്രഹിക്കുകയാണോ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിൽ നിന്ന് ഇല്ലാതാകാൻ, ഈ അവസാന സമയത്ത് ഇല്ലാതാകാനാണോ നീ ആഗ്രഹിക്കുന്നത്? അബൂ താലിബ് ആ സമയത്ത് പറഞ്ഞ ചില വാക്കുകളുണ്ട്. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീന ലൗലൽ മലാമ
الصحابة والحدار مسبا لوجدتني سمحا بذاك مبينا. മുഹമ്മദേ, നിന്റെ മതമാണ് എനിക്ക് ഏറ്റവും നല്ല മതമെന്നൊക്കെ എനിക്കറിയാം. ആക്ഷേപങ്ങൾ, കുത്തുവാക്കുകൾ, പരിഹാസങ്ങൾ, കളിയാക്കലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ മുഹമ്മദേ നിന്റെ മതത്തിൽ എന്നെ കാണാമായിരുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് അബൂ താലിബ്. അല്ലേ? റസൂൽ അങ്ങനെ കരഞ്ഞിട്ട് ആ പടി ഇറങ്ങാ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. നബിയേ, താങ്കൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഹിദായത്ത് കിട്ടണമെന്നില്ല നബിയേ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തം എന്താ? ഈ നന്മ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. അത് അബൂ താലിബിനോടും പറഞ്ഞിട്ടുണ്ട്, അബൂ ലഹബിനോടും പറഞ്ഞിട്ടുണ്ട്, ഖുറൈശി നേതാക്കന്മാരോടും പറഞ്ഞിട്ടുണ്ട്. അതേ ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവരെ. ഇത്തരമൊരു അയൽക്കൂട്ടം സംഘടിപ്പിക്കുമ്പോ അതേ ഒരു വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കിയാൽ തന്റെ അയൽവാസിക്ക് കൊടുക്കാതെ നമുക്കൊന്ന് വായിൽ വെക്കാൻ സാധിക്കില്ലല്ലോ. എന്ത് കാരണം കൊണ്ടാണ്? ഇഷ്ടം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്, പ്രിയം കൊണ്ടാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിലെ ഇഷ്ടങ്ങൾക്കപ്പുറം നാളെ പാരിത്രിക ലോകത്ത് ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കായി നഫ്സി നഫ്സി നഫ്സിയാ, സ്വന്തം കാര്യത്തെ പറ്റി മാത്രം ആവലാതിപ്പെടുന്ന നാള്. ലാ യഹുമ്മുഹു സിവാ നഫ്സിഹി, സ്വന്തം കാര്യമല്ലാതെ മറ്റൊരാളുടെ കാര്യവും അന്ന് വില പോകുകയില്ല, അന്ന് ചിന്തിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ആ നാളിൽ ഏറെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒന്ന്, ആ നാളിൽ രക്ഷപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ നിസ്കരിക്കുന്നതിനേക്കാൾ, നോമ്പ് നോൽക്കുന്നതിനേക്കാൾ, സക്കാത്ത് കൊടുക്കുന്നതിനേക്കാൾ ഒന്നാമതായി പ്രിയപ്പെട്ടവരെ ഈ കർമ്മങ്ങളൊക്കെ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ആരോട് മാത്രമേ നാം അർപ്പിക്കാൻ പാടുകയുള്ളൂ? അള്ളാഹുവിനോട് മാത്രമാണ്. എത്ര വലിയ രോഗമാകട്ടെ, പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. മക്കളില്ലാതെ 10 വർഷം കഴിഞ്ഞോ, പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. പൈതലി ജാറത്തിന്റെ അരികിലേക്കല്ല, രോഗം മാറാൻ വേണ്ടി ഇന്ന സ്ഥലത്തേക്കല്ല. പ്രിയപ്പെട്ടവരെ, നാം പോകേണ്ടത് വിമർശന ബുദ്ധിയുള്ള വിമർശനത്തോടുകൂടിയുള്ള സംസാരമല്ല. നാം സ്നേഹിക്കുന്ന, നാം അറിയുന്ന ആളുകളെന്ന നിലയ്ക്ക് പ്രിയപ്പെട്ടവരെ, ഇത് നാം മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വയസ്സ് വരെ അൽ അമീന, 40 വയസ്സ് വരെ അവർക്കിടയിലേറെ സ്നേഹത്തോടെ, ഏറെ ബന്ധത്തോടുകൂടി ജീവിച്ച വ്യക്തിയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പന വഅൻദിർ അശീറതകൽ അഖറബീൻ, ഇതിന്റെ കുടുംബക്കാരെ പോയി ഉത്ബോധിപ്പിക്കണം. സഫാക്കുന്നിന്റെ ജബൽ അബി ഖുബൈസ് മലയിലെ സഫാക്കുന്നിന്റെ മുകളിൽ കയറി പ്രവാചകൻ പറഞ്ഞു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം ട്ടോ. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. പ്രിയപ്പെട്ടവരെ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മുടെയൊക്കെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന. അഫ്ളു മാ കുനതു അന വൻ അതേ, ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കേതാ? ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ, ഒരു ആരാധനമില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. ഓരോ പ്രവാചകന്മാരും കടന്നു വരുന്ന സമൂഹത്തിലെ പലവിധ തിന്മകൾ പ്രിയപ്പെട്ടവരെ താണ്ഡവമാടിയിട്ടുണ്ട്. എന്നാൽ ആ പ്രവാചകന്മാരൊക്കെ ആ സമൂഹത്തെ ആദ്യമായി ഉത്ബോധിപ്പിച്ചത് നിങ്ങൾ ഇന്നാലിന്ന തിന്മകൾ ചെയ്യരുതെന്നല്ല. ഐഷാ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞില്ലേ, ലാ തശ്റബുൽ ഖംറ, ഞങ്ങളോട് ആദ്യമായി പറഞ്ഞത് കള്ള് കുടിക്കരുത് എന്നാണെങ്കിൽ ലഖാലു ലാ നദഉൽ ഖംറ അബദാ, ഞങ്ങൾ ഒരുപക്ഷേ ഒരു കാലത്ത് പോലും കള്ളുകുടി ഒഴിവാക്കില്ലായിരുന്നു. വലൗ നസല ലാ തസ്നു, ഞങ്ങളോട് വ്യഭിചരിക്കരുത് എന്നാണ് ആദ്യമായി അവതരിച്ചതെങ്കിൽ ലഖാലു, ഞങ്ങൾ പറയുമായിരുന്നു ലാ നദഉ സിനാ അബദാ, ഞങ്ങൾ ഒരിക്കലും വ്യഭിചാരം ഉപേക്ഷിക്കില്ലായിരുന്നു. പക്ഷേ ഞങ്ങളോട് ആദ്യമായി പറഞ്ഞതെന്താ? ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങളോട് ആദ്യമായി പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എല്ലാവിധ സ്നേഹത്തിനും അപ്പുറം ലാ ഇലാഹ ഇല്ലല്ലാഹ് കാവല. ലൂത്ത് നബിയുടെ ഭാര്യമാരെങ്ങനെ അവിശ്വാസിയായി? ആ വിശ്വാസമില്ലാത്തത് കൊണ്ടാ പ്രിയപ്പെട്ടവരെ. ഫിറഔനിന്റെ ഭാര്യ ആസിയ ബീവി നന്മയിൽ സദുവൃത്തരായി ജീവിച്ചിട്ട് പോലും ഫിറഔൻ എന്തുകൊണ്ടായില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും വലിയ ഇബാദത്ത് തൗഹീദാണ്. ഏറ്റവും വലിയ ഇബാദത്ത്
നമുക്കൊരു സംശയവുമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ മതിയാകും. ഒരു ഓർമ്മപ്പെടുത്തലെന്ന നിലക്ക് പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് നാളെ സ്വർഗത്തിൽ കുടുംബത്തോടൊപ്പം നമുക്ക് പോകാൻ കഴിയുക. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചായത് വമൻ സലഹ, ആർക്കാണോ സദ്വൃത്തരായി ജീവിക്കാൻ കഴിയുന്ന നിസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, സക്കാത്തിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, വസ്ത്രത്തിലൂടെ, സംസ്കാരത്തിലൂടെ, സംസാരത്തിലൂടെ എ ടു സെഡ് കാര്യങ്ങൾ പടച്ചുറപ്പ് പറഞ്ഞതുപോലെ ജീവിക്കാൻ കഴിയുന്നത്, അവർക്ക് ആ സ്വർഗമുള്ളത്. ആ സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കുന്നവരിൽ റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.